വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. ഗോകുലത്തിലെ രാജനായ നന്ദഗോപരുടെ പത്നി യശോദയ്ക്കിത് ഗർഭകാലം. എന്ത് കുട്ടിക്കാവും യശോദ ജന്മം നൽകുക എന്ന നന്ദഗോപരുടെ ചോദ്യത്തിന് മറുപടിയായി പ്രാശ്നികന്മാർ പറഞ്ഞത് ഇவ்விധമായിരുന്നു: ഇന്നിവൾ തന്നെ ഗർഭത്തിൽ നിന്നതോ കന്യക എന്നത് നിർണയിച്ചു. ഇങ്ങനെയല്ലായെങ്കിൽ എന്നുടെ ശാസ്ത്രം ഞാൻ എന്നുമേ തീണ്ടുന്നോനല്ല മേലിൽ. അവർക്ക് വലിയ ഉറപ്പായിരുന്നു യശോദ ജന്മം നൽകുന്നത് ഒരു പെൺകിടാവിനായിരിക്കും എന്ന്. നന്മ വരുത്തണേ ദൈവമേ എന്നായിരുന്നു അത്രേ നന്ദൻ്റെ പ്രാർത്ഥന. അങ്ങനെ യശോദയുടെ ഗർഭകാലം അവസാനിക്കാറായപ്പോൾ അമ്മ മായാഭഗവതിക്ക് ജന്മം നൽകി. യശോദ ഉണർന്നപ്പോഴേക്കും വസുദേവർ പെൺകുട്ടിയെ മാറ്റിയിരുന്നു. നമ്മുടെ കുഞ്ഞുണ്ണിക്കണ്ണനെ അവിടെ കിടത്തിയിരുന്നു. ഇതൊന്നും ഗോകുലവാസികൾ അറിഞ്ഞിരുന്നില്ല. നന്ദന് നല്ലൊരു നന്ദനനുണ്ടായി എന്ന വാർത്ത ഗോകുലത്തിലെല്ലാം പരന്നു. ഉത്സവപ്രതീതിയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഇതിനൊപ്പം തന്നെ ബലരാമസ്വാമിയും അവതരിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം കംസന് കരം കൊടുക്കാൻ നന്ദഗോപർ മധുരയിലേക്ക് പുറപ്പെട്ടു. കൂട്ടത്തിൽ അദ്ദേഹം ആത്മമിത്രമായ വസുദേവരെയും കണ്ട് വിശേഷങ്ങൾ അറിയിച്ചു. ഈ സമയമാണ് പൂതന എന്ന രാക്ഷസി കംസൻ നിയോഗിച്ചതിൻ പ്രകാരം ഉണ്ണിയുടെ അടുക്കൽ എത്തുന്നത്. രാക്ഷസഭാവമൊക്കെ മറിച്ച് അവളൊരു സുന്ദരിയുടെ രൂപത്തിലാണ് നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തിയത്. ആരെയും മയക്കുന്ന സൗന്ദര്യത്തിൽ എത്തിയ അവൾ ആരെന്നന്വേഷിക്കാൻ പോലും ഗോപസ്ത്രീകൾക്ക് അവസരം നൽകിയില്ല. യശോദമ്മയും രോഹിണിയമ്മയും ഗോപസ്ത്രീകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ തടുക്കുന്നതിന് മുമ്പ് തന്നെ ആ രാക്ഷസി ഉണ്ണിക്ക് വിഷം പുരട്ടിയ സ്തന്യം പാനം ചെയ്യിക്കുവാൻ തുടങ്ങി. എല്ലാം അറിയുന്ന ഉണ്ണിക്കണ്ണനാവട്ടെ പൂതനയുടെ പ്രാണനെയാണ് വലിച്ചെടുത്തത്. വേദന സഹിക്കാനാവാതെ അവൾ വിടൂ വിടൂ എന്ന് അലറി അവസാനം ജീവൻ വെടിഞ്ഞു. അവളുടെ മരണവിപ്രാളം മൂലമുള്ള അലർച്ച കേട്ട് ഗോകുലവാസികളെല്ലാം പേടിച്ചു വിറച്ചു. ഉണ്ണിക്ക് ഒരാപത്തുമില്ല എന്ന് കണ്ടവർക്ക് എല്ലാവർക്കും സമാധാനമായി. അവർ ഉണ്ണിയെ വാരിയെടുത്തു. ഗോകുലവാസികൾ നാമം ജപിച്ച് രക്ഷകളെല്ലാം ചെയ്ത് കണ്ണനെ യശോദമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഈ സമയം നന്ദഗോപർ മധുരയിൽ നിന്നും തിരിച്ചെത്തി. ഗോപന്മാർ പറഞ്ഞ് അദ്ദേഹം കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഗോകുലത്തിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വസുദേവർ നന്ദഗോപർക്ക് സൂചന നൽകിയിരുന്നു. അതിൻ പ്രകാരം നന്ദഗോപർ മധുരയിൽ നിന്നും പെട്ടെന്ന് മടങ്ങുകയായിരുന്നു. ജീവനില്ലാത്ത പൂതനയുടെ ദേഹം അവിടെ കിടക്കുന്നു. ഭയങ്കര രൂപമാണ്, ഭയാനകം. ഗോപന്മാർ ആ ശരീരം മഴുകൊണ്ട് വെട്ടിമുറിച്ചു ദൂരത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു. ഭഗവാന്റെ സ്പർശനത്താൽ ആ ശരീരം ദിവ്യമായി തീർന്നിരുന്നുവത്രേ. ആ ശരീരം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്നും ഉയർന്നു വന്ന പുകയുടെ സുഗന്ധം അവിടെ എങ്ങും വ്യാപിച്ചു. ഗോപന്മാരൊക്കെയും അത്ഭുതപ്പെട്ടുപോയി. ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷവും നൽകി. ഭഗവാന് സ്തന്യം പാനം ചെയ്യാൻ നൽകിയതിനാൽ ഭഗവാൻ പൂതനയ്ക്ക് മാതൃസ്ഥാനവും നൽകി. അതുകൊണ്ട് തന്നെ രാക്ഷസിയെ വധിച്ചതായിട്ടല്ല പറയുന്നത്, പൂതനാമോക്ഷം എന്നേ പറയാവൂ. പൂർവജന്മം അവൾ മഹാബലിയുടെ പുത്രിയായിരുന്നു എന്ന് ഗർഗഭാഗവതം പറയുന്നു. പേര് രത്നമാല. മഹാബലിയുടെ യജ്ഞശാലയിൽ എത്തിയ വാമനമൂർത്തിയെ കണ്ട രത്നമാല തനിക്കും അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് മോഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. വാമനൻ തൻ്റെ ഭക്തയെ അനുഗ്രഹിക്കുകയും അദ്ദേഹം ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ആ ആഗ്രഹം സാക്ഷാത്കരിക്കും എന്നും അനുഗ്രഹിക്കുന്നു. ദ്വാപരയുഗത്തിൽ രത്നമാല പൂതനയായി അവതരിച്ച് ഭഗവാന് സ്തന്യം പാനം ചെയ്യിപ്പിച്ച് തൻ്റെ ആഗ്രഹം സാധിച്ച് മോക്ഷത്തിലോട്ട് എത്തുന്നു. പറഞ്ഞ വരികളിലെ പിഴവുകൾ ഭഗവാൻ ക്ഷമിക്കട്ടെ. രാധാറാണി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.